ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിൻ്റെ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. മലയാളം മീഡിയംകാർക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആവശ്യമുള്ളവർ STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കുക. ഇനി ക്ലാസ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെല്ലാ വിഷയങ്ങളുടെയും ക്ലാസ് വീഡിയോസ് ലഭിക്കുന്നതാണ്, അത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. ആക്ടിവിറ്റി 1, അതിലെ ക്വസ്റ്റ്യൻ എ, ഗിവൺ ഹിയർ ആർ സം സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ പിക്ചർ. ഇവിടെ ഈ പിക്ചറിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് മുന്നേയായിട്ട് പിക്ചർ നോക്കൂ. ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ട് 2 പാർട്ടാക്കിയിട്ട് അതിൽ കുറച്ച് ഭാഗത്തിന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ആ ഷെയ്ഡ് കൊടുത്ത പാർട്ട് 144 ഡിഗ്രിയാണ്. സോ നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. 2/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. സർക്കിളിൻ്റെ 2/5 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതാണോ എന്ന് എങ്ങനെ കണ്ടെത്താൻ നോക്കണേ. സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ. സോ ഈ 360യെ ആദ്യം 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുക. ആ 5 ഈക്വൽ പാർട്സിൽ 2 പാർട്സിനാണ് നിറം കൊടുത്തിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. 5 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ ഒരു പാർട്ട് എത്ര ഉണ്ടായിരിക്കും? 360 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 72 ആയിരിക്കും. സോ അതിലെ 2 പാർട്സ് എന്ന് പറയുമ്പോൾ 72 ഇൻറ്റു 2 അല്ലെങ്കിൽ 72 + 72 വിച്ച് ഈസ് ഈക്വൽ ടു 144 ആണ്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. 1/3 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. സർക്കിളിൻ്റെ 1/3 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതായത് സർക്കിളിനെ ആദ്യം 3 പാർട്സ് ആക്കുക. 360 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഒരു പാർട്ട് 120 വരും. അപ്പോൾ അത് തെറ്റല്ലേ? ഇവിടെ 120 പാർട്ടല്ലല്ലോ, 144 അല്ലേ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, 2/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. സർക്കിളിൻ്റെ 2/10 അതായത് 10 പാർട്സ് ആക്കുക. അപ്പോൾ 360/10 ഈക്വൽ ടു 36 വരും. അതിൻ്റെ 2 പാർട്ട് അതായത് 36 ഇൻറ്റു 2 ഈക്വൽ ടു 72 ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതും തെറ്റാണ്. ഇവിടെ 144 അല്ലേ ഷെയ്ഡഡ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, 4/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. സർക്കിളിൻ്റെ 10 പാർട്സ് ആദ്യം ആക്കുക. സോ 36 വരും. അതിൻ്റെ 4 36 ഇൻറ്റു 4, ആ 4 ഈക്വൽ പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. 36 ഇൻറ്റു 4 ഈക്വൽ ടു 144 ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 1 ഓൺലി കറക്റ്റ്, 1 and 4 ആർ കറക്റ്റ്, 1 and 2 ആർ കറക്റ്റ്, 4 ഓൺലി കറക്റ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി 1 and 4 ആർ കറക്റ്റ് എന്നതാണ് കേട്ടോ ശരിയായ ഉത്തരം. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഫിഗർ ഇൻ ഗിവൺ മെഷർമെൻറ്റ്. താഴെ തന്നിരിക്കുന്ന പിക്ചർ തന്നിരിക്കുന്ന അളവിൽ വരയ്ക്കുക. വളരെ സിമ്പിളാണ്. അത് നമുക്ക് 6 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കാം. എന്നിട്ട് പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്ത ശേഷം 6 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ പ്രൊട്രാക്ടർ വെക്കുക. അവിടെ നിന്ന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ് വേണ്ടത്. സോ 90 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്ത ശേഷം ആ ലൈന് 4 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് വരയ്ക്കുക. നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്തത് വരെ വരയ്ക്കേണ്ട, പകരം 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. പിന്നെ നമ്മൾ പ്രൊട്രാക്ടർ 6 സെൻറ്റിമീറ്ററിൻ്റെ നേരെ അടുത്ത സൈഡിൽ വരയ്ക്കുക. ആ സൈഡിൽ നിന്ന് നമ്മൾ 60 ഡിഗ്രിയാണ് പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ 60 ഡിഗ്രി മെഷർ ചെയ്ത ശേഷം അവർ നീട്ടി വരയ്ക്കുക. അപ്പോൾ അത് 4.5 സെൻറ്റിമീറ്റർ വരെ നീട്ടി വരച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആ 2 ലൈൻസും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഗിവൺ ബിലോ ഹൂസ് വോളിയം ഈസ് 48 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക്, അതിൻ്റെ വോളിയം 48 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതിൻ്റെ സൈഡ്സ് ഏതൊക്കെ വരാം എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം വോളിയം എന്ന് വെച്ചാൽ എന്താണ്? ഹൈറ്റ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. സോ തന്നിരിക്കുന്ന ഈ 3 മെഷേഴ്സും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഏതാണോ 48 കിട്ടുന്നത് അതായിരിക്കും ആൻസർ. ഫസ്റ്റിലേത് 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആണ്. സോ 4 ഇൻറ്റു 3 ഇൻറ്റു 3 ഈക്വൽ ടു 36 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. രണ്ടാമത്തേത് 6 ഇൻറ്റു 4 ഇൻറ്റു 2 ഈക്വൽ ടു 48 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ സിയും ഡിയും കൂടെ ചെയ്ത് നോക്കാം. സി 6 ഇൻറ്റു 4 ഇൻറ്റു 3 ആണ്, ഈക്വൽ ടു 72 ആണ്, അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. ഡി വരുന്നത് 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഈക്വൽ ടു 64 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ ഇതിൽ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ, റെക്ടാങ്കുലർ അക്വേറിയം ഹാസ് ഇന്നർ ലെങ്ത്ത് 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദാറ്റ് അക്വേറിയം ഹോൾഡ്? ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള അക്വേറിയം ആണ്. അതിൻ്റെ ലെങ്ത്ത് 50 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്ററും ഹൈറ്റ് 25 സെൻറ്റിമീറ്ററും ആണ്.
അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം ആദ്യം കണ്ടുപിടിക്കണം. അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ ആദ്യം വോളിയം കണ്ടുപിടിച്ച് പിന്നെ വോളിയത്തെ ലിറ്ററിലേക്ക് മാറ്റിയാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയാൽ ലെങ്ത് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. സോ വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 40 ഇൻറ്റു 25 ഈക്വൽ ടു 50,000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. നമുക്കറിയാം 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. സോ 50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ഈക്വൽ ടു എത്ര ലിറ്റർ ആയിരിക്കും? 50,000 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 50 ലിറ്റേഴ്സ് ആണ്. ഇതിലെ സി ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ദ അക്വേറിയം അപ് ടു എ ഹൈറ്റ് ഓഫ് 20 സെൻറ്റിമീറ്റേഴ്സ്? ഈ അക്വേറിയത്തിൻ്റെ 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ എത്ര ലിറ്റർ വെള്ളം വേണം? സോ ന്യൂ ഹൈറ്റ്, പുതിയ ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത്തിനും വിഡ്ത്തിനും മാറ്റമൊന്നും വരുന്നില്ല. അക്വേറിയത്തിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മാറുന്നില്ലല്ലോ. സോ ലെങ്ത്ത് 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ. വോളിയം എന്ത് വരും? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. 50 ഇൻറ്റു 40 ഇൻറ്റു 20 ഈക്വൽ ടു 40,000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് 1 ലിറ്റർ. അതുകൊണ്ട് 40,000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 40 ലിറ്റർ ആണ്. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. അതിൽ ഓർ ക്വസ്റ്റ്യൻസ് ആണ്. 3A B ഉണ്ട്. അതിൽ ആദ്യം എ ക്വസ്റ്റ്യൻ നോക്കാം. 3Aയിലെ എ ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റീസൺസ് ഗിവൺ ബിലോ. താഴെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റും റീസണും അതിനുള്ള കാരണവും തന്നിട്ടുണ്ട്. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. അനദർ ഫോം ഓഫ് 1/3 വിത്ത് 15 ആസ് ഡിനോമിനേറ്റർ ഈസ് 5/5. 1/3 എന്നുള്ള ഒരു ഫ്രാക്ഷൻ്റെ മറ്റൊരു ഫോമാണ് 5/15. അത് ശരിയാണ് അല്ലേ? കാരണം എന്താണ്? 1നെയും 1/3യെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു 5 3 ഇൻറ്റു 5 രണ്ടും ചെയ്താൽ നമുക്ക് 5/15 എന്ന് വരും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. റീസൺ എന്താ തന്നിരിക്കുന്നത്? ഇഫ് 1 and 3 in 1/3 is multiplied by 5 we get 5/15. 1/3യിലെ 1ഉം 5ഉം 1ഉം 3ഉം 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 5/15 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, റീസണും കറക്റ്റാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ, സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. ബി, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ്. സി, സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ആൻഡ് ദ റീസൺ ഈസ് കറക്റ്റ്. ഡി, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3 ആൻഡ് 1/5 ദാറ്റ് ഹാവ് സെയിം ഡിനോമിനേറ്റർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. 1/3യുടെയും 1/5ൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയ മറ്റൊരു ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. 1/3യെയും 1/5നെയും ഡിനോമിനേറ്റർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1/3യെ 1/5ൻ്റെ ഡിനോമിനേറ്ററായ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 1 ഇൻറ്റു 5/3 ഇൻറ്റു 5 ഈക്വൽ ടു 5/15 എന്ന് വരും. 1/5നെ 1/3യുടെ ഡിനോമിനേറ്ററായ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 ഇൻറ്റു 3/5 ഇൻറ്റു 3 ഈക്വൽ ടു 3/15 എന്ന് വരും. സോ 1/3നെയും 1/5നെയും നമുക്ക് മാറ്റിയിട്ട് 5/15 3/15 എന്നെഴുതാം. ഇതിലെ സി ക്വസ്റ്റ്യൻ, ഇഫ് 52 kilograms ഓഫ് റൈസ് ഈസ് പാക്ക്ഡ് ഈക്വലി ഇൻ 8 പാക്കറ്റ്സ് ഹൗ മെനി kilograms ഓഫ് റൈസ് വിൽ ബി ഇൻ ഈച്ച് പാക്കറ്റ്? 52 കിലോഗ്രാം അരി 8 പാക്കറ്റുകളിൽ ഈക്വലായിട്ട് ഭാഗിക്കുകയാണെങ്കിൽ ഓരോ പാക്കറ്റിലും എത്ര കിലോഗ്രാം റൈസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ടോട്ടൽ റൈസ് ഈക്വൽ ടു 52 kilograms ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഈക്വൽ ടു 8 ആണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് റൈസ് ഇൻ എ പാക്കറ്റ്, ഒരു പാക്കറ്റിലുള്ള അരിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 52 ഡിവൈഡഡ് ബൈ 8 അല്ലേ? സോ 52നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്നാണ് വരുന്നത്. 6 മുഴുവനായിട്ട് 6 എന്ന് വരും. പിന്നെ 4/8, 4 റിമൈൻഡർ വരുന്നുണ്ട്. സോ 4/8 ഈക്വൽ ടു 6 4/8 ആണ്. 4/8നെ നമുക്ക് ചെറുതാക്കി എഴുതാം. 4നെയും 8നെയും 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 1/2 എന്ന് വരും. അതായത് 6 1/2 അല്ലെങ്കിൽ 6.5 കിലോഗ്രാം ആണ് ഒരു പാക്കറ്റിലുള്ളത്. ഇതിലെ 3B ഓർ ക്വസ്റ്റ്യൻ ആണ്. അതിലെ എ ക്വസ്റ്റ്യൻ, അനദർ ഫോം ഓഫ് ദ ഫ്രാക്ഷൻ ഇൻ കോളം എ ഈസ് ഗിവൺ ഇൻ കോളം ബി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് മാച്ച്. കോളം എയിലും കോളം ബിയിലും ഫ്രാക്ഷണൽ ഫോംസ് തന്നിട്ടുണ്ട്. അപ്പോൾ എ കോളത്തിലുള്ള ഫ്രാക്ഷണൽ ഫോംസിൻ്റെ മറ്റൊരു ഫോമാണ് ബിയിൽ തന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് കറക്റ്റായി വരുന്നതെന്ന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ തന്നിരിക്കുന്നത് 5/6 3/4 2/3, ബിയിലുള്ളത് 9/12 8/12 10/12. അപ്പോൾ നമ്മൾ എയിലുള്ള എല്ലാ ഫ്രാക്ഷൻസിനെയും 12 ഡിനോമിനേറ്റർ വരുന്ന രീതിക്ക് ആദ്യം മാറ്റണം. അതായത് നമുക്ക് തന്നിരിക്കുന്നതിൽ എ കോളത്തിൽ ആദ്യത്തേത് 5/6 ആണ്. 5/6നെ ഡിനോമിനേറ്റർ നമ്മൾ 12 ആക്കി മാറ്റണം. കാരണം ബി കോളത്തിൽ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 12 ആണല്ലോ.
സോ 6നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 വരുന്നത്. അപ്പോൾ 5നെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2/6 × 2 ഈക്വൽ ടു 10/12 ആണ്. സോ 5/6 10/12ലേക്കാണ് കേട്ടോ നമ്മൾ വരച്ച് ചേർക്കേണ്ടത്. ഇതുപോലെ തന്നെ വേണം 3/4ഉം 2/3ഉം കാണാനായിട്ട്. അടുത്തത് 2/3 ആണ്, 3/4 ആണ്. 3/4നെ നമ്മൾ ഡിനോമിനേറ്റർ 12 ആക്കി മാറ്റണം. അപ്പോൾ 4നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 വരുന്നത്. അതുകൊണ്ട് നമ്മൾ 3യെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3 × 3/4 × 3. 3 × 3 9 ആണ്, 4 × 3 12 ആണ്. സോ 9/12 അതാണ് 3/4ൻ്റേത് വരുന്നത്. മൂന്നാമത്തേത് 2/3 ആണ്. 3യെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 12 വരുന്നത്. അതുകൊണ്ട് 2നെയും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 8 ആണ്, 3 × 4 12 ആണ്. സോ 8/12 ആണ്. അപ്പോൾ 2/3 വരുന്നത് 8/12ലേക്കാണ്. അതുകൊണ്ട് ഇതിൽ എ വരുന്നത് 3യിലേക്ക്, അതുപോലെ ബി വരുന്നത് 1ലേക്ക്, സി വരുന്നത് 2വിലേക്ക് കേട്ടോ. ആ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 45/54 ആൻഡ് 32/72. 45/54ൻ്റെയും 32/72നെയും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതണം. സോ അതെങ്ങനെ ചെയ്യാം? 45/54 ആദ്യം നോക്കാം. 45ലും 54ലും കോമൺ ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഡിവിസർ വരുന്നത് ഏതാണ്? 9 ആണല്ലേ. 45നെയും 9 വെച്ച് ഡിവൈഡ് ചെയ്യാം, 54നെയും 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. 45നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും, 54നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. സോ 5/6 ആണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. അടുത്തത് 32/72 ആണ്. 32നെയും 72നെയും നമുക്ക് 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ്, 72നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആണ്. അതായത് 4/9 ആണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ 45/54നെ നമുക്ക് 5/6 എന്നും 32/72നെ നമുക്ക് 4/9 എന്നും എഴുതാം. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ, ഇഫ് 20 ലിറ്റേഴ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് ഫിൽഡ് ഇൻ ടു 6 ഐഡൻറ്റിക്കൽ ബോട്ടിൽസ്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ വിൽ ബി ഇൻ ഈച്ച് ബോട്ടിൽ? 20 ലിറ്റർ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, ഈക്വൽ ആയിട്ടുള്ള 6 ബോട്ടിലുകളിലേക്ക് മാറ്റിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഓരോ ബോട്ടിലിലും എത്ര ഓയിൽ ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. ടോട്ടൽ കോക്കനട്ട് ഓയിൽ ഈക്വൽ ടു 20 ലിറ്റർ ആണ്. ടോട്ടൽ ബോട്ടിൽസ് ഈക്വൽ ടു 6 ആണ്. സോ ഒരു ബോട്ടിലുള്ള ഓയിൽ എന്ന് പറയുന്നത് 20യെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 20/6 ചെയ്യുമ്പോൾ നമുക്ക് 3, അതുപോലെ റിമൈൻഡർ 2 വരും. സോ 3 2/6. 2/6നെ നമുക്ക് 2നെയും 6നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1/3 എന്ന് മാറ്റി എഴുതാം. അതുകൊണ്ട് 3 1/3 ലിറ്റർ ആയിരിക്കും ഓരോ ബോട്ടിലിലും ഉണ്ടായിരിക്കുക. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. റെക്ടാങ്കുലർ വെസൽ വിച്ച് ഈസ് 80 സെൻറ്റിമീറ്റേഴ്സ് ലോങ്, 20 സെൻറ്റിമീറ്റേഴ്സ് വൈഡ് ആൻഡ് 25 സെൻറ്റിമീറ്റേഴ്സ് ഹൈ has water half of it. A cube of side 20 meters is immersed in it. Question A, find the capacity of the vessel. പറഞ്ഞിരിക്കുന്നത് മക്കളെ ഒരു റെക്റ്റാങ്കുലർ വെസലാണ്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 80 സെൻറ്റിമീറ്റേഴ്സ് ആണ്, വിഡ്ത്ത് വരുന്നത് 20 സെൻറ്റിമീറ്റേഴ്സ് ആണ്, ഹൈറ്റ് വരുന്നത് 25 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതിൽ ഹാഫ് വെള്ളം നിറച്ചിട്ടുണ്ട്. ആ വെസലിൽ ഹാഫ് വെള്ളം നിറച്ചിട്ടുണ്ട്. അതിലേക്ക് 20 സെൻറ്റിമീറ്റേഴ്സ് ഫുൾ സൈഡ്സും 20 സെൻറ്റിമീറ്റർ ആയ ഒരു ക്യൂബ് താഴ്ത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ വെസലിൻ്റെ കപ്പാസിറ്റി കാണണം. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വോളിയം കണ്ടാൽ മതി. വോളിയം എങ്ങനെ കാണാം മക്കളെ? നമുക്ക് ലെങ്ത്ത് തന്നിട്ടുണ്ട് 80 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 20 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. സോ വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 80 × 20 × 25 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 40,000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. ഇതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ്? ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഈ വെസലിലേക്ക് താഴ്ത്തിയ ക്യൂബിൻ്റെ വോളിയമാണ് കാണേണ്ടത്. വളരെ എളുപ്പമാണ്. ക്യൂബിൻ്റെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 20 ആണ്. സോ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡ് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് 20 തന്നെ ആയിരിക്കും എല്ലാം. സോ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 20 × 20 × 20 വിച്ച് ഈസ് ഈക്വൽ ടു 8,000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇതിലെ ക്വസ്റ്റ്യൻ സി, ഫൈൻഡ് ദ റൈസിങ് വാട്ടർ ലെവൽ ഇൻ സെൻറ്റിമീറ്റേഴ്സ് വെൻ ദ ക്യൂബ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ്. ക്യൂബ് ഇതിലേക്ക് താഴ്ന്നു പോയ സമയത്തുണ്ടായ വെള്ളത്തിൻ്റെ ഉയരം, എത്രത്തോളം വെള്ളം ഉയർന്നു എന്നത് സെൻറ്റിമീറ്ററിൽ എഴുതുക.
അല്ലെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ വെള്ളം ഉയർന്നു. അപ്പോൾ നമുക്കറിയാം ഈ ക്യൂബ് താഴ്ത്തുന്ന സമയത്ത് ഉയരുന്ന വെള്ളത്തിൻ്റെ വോള്യം എന്ന് പറയുന്നത് ആ ക്യൂബിൻ്റെ വോള്യത്തിന് തുല്യമാണ് അല്ലേ? അല്ലെങ്കിൽ വെള്ളം പുറത്തു പോകുന്ന വെള്ളം ആ ക്യൂബിൻ്റെ വോള്യം എന്താണോ അതിന് തുല്യമാണ്. അപ്പോൾ ക്യൂബിൻ്റെ വോള്യം നമ്മൾ കണ്ടു കഴിഞ്ഞു, എന്താണ് 8000 അല്ലേ? അപ്പോൾ ഈ 8000 എന്ന് പറയുന്നത് എന്തിനാണ് മക്കളെ? വെള്ളം എത്രയാണോ ഉയർന്നത് അതിന് തുല്യമാണ്. അതായത് വോളിയം ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു എത്രയാണ് വിടുത്തത് അല്ലേ? അപ്പോൾ ഹൈറ്റാണ് നമുക്ക് കിട്ടേണ്ടത്. ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്കറിയാം 8 × 20 ഇൻറ്റു ഹൈറ്റാണ് നമുക്കിനി കാണേണ്ടത്. 8000 ഈക്വൽ ടു 8 × 20 എന്ന് പറഞ്ഞാൽ 1600 ആണ്. 1600 ഇൻറ്റു ഹൈറ്റ്. സോ ഹൈറ്റ് ഈക്വൽ ടു 8000 ഡിവൈഡഡ് ബൈ 1600. രണ്ടിലുള്ള 0 രണ്ടെണ്ണം കട്ട് ചെയ്ത് കളയുക. 80/16 എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. സോ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ ആ ഉയർന്ന വെള്ളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് ഇതിലെ ക്വസ്റ്റ്യൻ ഡി ആണ്. ഗിവൺ ബിലോ ആർ സം ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിട്ടൺ ബൈ സീന റിഗാർഡിംഗ് ദ വോളിയം. വോള്യത്തെക്കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് സീന എഴുതിയതാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഏതാണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കാനുണ്ടായിരിക്കുക. സോ നമുക്ക് ഓരോന്ന് നോക്കാം. 1. ഇഫ് ഓൺലി ദ ലെങ്ത് ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് ഡബിൾഡ് ദ വോളിയം വിൽ ഇൻക്രീസസ് 4 ടൈംസ്. ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്ത്ത് മാത്രം ഡബിൾ ചെയ്താൽ, അതായത് 2 ടൈംസ് ലെങ്ത് ആക്കിയാൽ അതിൻ്റെ വോളിയം 4 ടൈംസ് ഇൻക്രീസ് ആവുമെന്നാണ്. നമുക്കറിയാം മക്കളെ, വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ഇതിൽ ഏത് ഡബിൾ ചെയ്താലും വോളിയം ഡബിൾ ആവുകയാണ് ചെയ്യുന്നത് അല്ലാതെ 4 ടൈംസ് ആവില്ല. 2. If the volume of a rectangular block is to be doubled, the width should increases 4 times without changing the length and height. ഇനി റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം ഡബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഹൈറ്റും ലെങ്ത്തും മാറ്റാതെ വിഡ്ത്ത് 4 ടൈംസ് ആക്കണം. അതും തെറ്റാണ്. വിഡ്ത്ത് 4 ടൈംസ് ആക്കിയാൽ വോളിയം 4 ടൈംസ് ആവും, ഡബിൾ ആവുകയല്ല ചെയ്യുന്നത്. 3. If the volume of a rectangular block is to be 4 times, any of its two measures length, width and height should be doubled. ഇനി വോളിയം 4 ടൈംസ് ആക്കണമെങ്കിൽ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം 2 ടൈംസ് അല്ലെങ്കിൽ ഡബിൾ ചെയ്താൽ മതി. അത് ശരിയാണല്ലേ? കാരണം ഇപ്പോൾ നമ്മൾ ലെങ്ത്തോ അല്ലെങ്കിൽ ഹൈറ്റോ ഏതോ രണ്ടെണ്ണം നമ്മൾ 2 ചെയ്തു, 2 × 2 ചെയ്തു. അപ്പോൾ 2 × 2 എന്ന് പറയുമ്പോൾ 4 ആണ്. അതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ വോളിയം 4 ടൈംസ് ആവും അല്ലേ? സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് 4. ഇഫ് ദ ലെങ്ത്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ആർ ഡബിൾഡ് ദ വോളിയം ഇൻക്രീസസ് 8 ടൈംസ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഇൻക്രീസ് ചെയ്താൽ റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റേത് വോളിയം 8 ടൈംസ് ആവും. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമ്മൾ ഇൻക്രീസ് ചെയ്തു, ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 ടൈംസ്, മൂന്നും 2 ടൈംസ് ആക്കി. സോ 2 × 2 × 2 എന്താണ്? 8 ആണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? 1 and 3 കറക്റ്റ്, 3 and 4 കറക്റ്റ്, 2 and 3 ആർ കറക്റ്റ്, 1 and 2 ആർ കറക്റ്റ്. സോ ഇതിൽ 3ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് കേട്ടോ ടിക്ക് ഇടേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ 5 ഓർ ക്വസ്റ്റ്യൻസ് ആണ്. 5Aയും Bയും ഉണ്ട്. സോ ആദ്യം എ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ എ ക്വസ്റ്റ്യൻ നമുക്ക് 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സർക്കിളിനെ ഈക്വൽ ആയിട്ടുള്ള 3 പാർട്സ് ആക്കിയിട്ട് ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1/3 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഈക്വൽ ആയിട്ടുള്ള 12 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ 1 2 3 4 5 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ സം ഓഫ് ഫ്രാക്ഷൻസ് ഒബ്റ്റൈൻഡ് ബൈ ജോയിനിങ് ദ ഷെയ്ഡഡ് പാർട്സ് ഓഫ് ദ ഗിവൺ സർക്കിൾ. ഈ 2 സർക്കിളിൻ്റെയും ഷെയ്ഡ് ചെയ്ത പാർട്ട് ഉണ്ടല്ലോ, ആ ഫ്രാക്ഷൻസിൻ്റെ സം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യത്തേത് 1/3ഉം രണ്ടാമത്തേത് 5/12 ആണ്. അപ്പോൾ 1/3 + 5/12 എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. സോ നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കൂ. 1/3 + 5/12 = 6/12. 1/3 + 5/12 = 9/12. സി 5/12. ഡി 6/15. സോ ഇതിൽ നമുക്ക് എങ്ങനെ വരുന്നു എന്ന് ആദ്യം നോക്കാം. 1/3 + 5/12 ചെയ്യാം. രണ്ടിനെയും ആദ്യം ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ 3യെ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആവും. അപ്പോൾ 1/3 മാത്രം നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. 1 × 4/3 × 4 = 4/12 ആണ്. 4/12 + 5/12 ആണ്. 4ഉം 5ഉം ആഡ് ചെയ്താൽ മതി. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 4 + 5 = 9 ആണ്. അതുകൊണ്ട് 9/12 ആണ് കേട്ടോ ആൻസർ. അതുകൊണ്ട് 1/3 + 5/12 = 9/12 എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഇടുക.
നമുക്ക് ക്വസ്റ്റ്യൻ സി നോക്കാം. ദർ ആർ 2 bottles of 4 half liters capacity. One of them contains 3 1/2 liters of milk and the second 2 3/4 liters of milk. Milk is poured from one bottle to other until one bottle is full. How many liters of milk will be in the bottle with less milk? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 ബോട്ടിൽസ് ഉണ്ട്. രണ്ടിലും 4.5 ലിറ്റർ 4 1/2 ലിറ്ററാണ് മിൽക്ക് ആകെ കൊള്ളുന്നത്. അത്രയും വെള്ളം അല്ലെങ്കിൽ അത്രയും പാലാകെ 2 ബോട്ടിലിലും കൊള്ളും. അതിലൊരു ബോട്ടിലിൽ 3.5 ലിറ്റർ 3 1/2 ലിറ്റർ മിൽക്കും മറ്റൊന്നിൽ 2.25 ലിറ്റർ അതായത് 2 3/4 ലിറ്റർ മിൽക്കും ഉണ്ട്. ഇനി മിൽക്ക് നമ്മൾ ഒരു ബോട്ടിലിൽ നിന്ന് മറ്റൊരു ബോട്ടിലിലേക്ക് ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ആ ബോട്ടിൽ ഫുള്ളാക്കി. അങ്ങനെയാണെങ്കിൽ കുറവ് മിൽക്കുള്ള ബോട്ടിലിൽ ഇപ്പോൾ എത്ര മിൽക്ക് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കാണാം മക്കളെ? ബോട്ടിൽസിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 1/2 ലിറ്ററാണ്. അതിൽ ഫസ്റ്റ് ബോട്ടിലുള്ള മിൽക്ക് 3 1/2 ലിറ്ററും സെക്കൻഡ് ബോട്ടിലുള്ള മിൽക്ക് 2 3/4 ലിറ്റേഴ്സുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കുപ്പി ഫസ്റ്റ് ബോട്ടിൽ നിറയ്ക്കാൻ ഫസ്റ്റ് ബോട്ടിലിൽ കുറച്ച് നിറച്ചാൽ മതി അല്ലേ? 3.5 ലിറ്റർ ഉണ്ട്. സോ അതിലേക്ക് കുറച്ച് നിറച്ചാൽ മതി. സോ അതിലേക്ക് നമുക്ക് എത്ര മിൽക്ക് നിറച്ചാൽ ആ ബോട്ടിൽ ഫുള്ളാവും? 4 1/2 ടോട്ടൽ കൊള്ളുക. അതിൽ 3 1/2 അതിലുണ്ട്. സോ 4 1/2 മൈനസ് 3 1/2 ഈക്വൽ ടു 1 അല്ലേ? 4.5യിൽ നിന്ന് 3.5 പോയാൽ ബാക്കി 1 അല്ലേ? സോ 1 ലിറ്റർ മിൽക്ക് അതിലേക്ക് നിറച്ചാൽ മതി. ഈ 1 ലിറ്റർ മിൽക്ക് നമ്മൾ രണ്ടാമത്തെ ബോട്ടിലിൽ നിന്നാണ് ഒഴിക്കുന്നത്. സോ രണ്ടാമത്തെ ബോട്ടിലിലുള്ള 2 3/4 ലിറ്റേഴ്സിൽ നിന്ന് 1 ലിറ്റർ നമ്മൾ ആദ്യത്തെ ബോട്ടിലിലേക്ക് ഒഴിച്ചു. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 2 3/4 മൈനസ് 1 ഈക്വൽ ടു 1 3/4 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ബോട്ടിലിലുള്ള മിൽക്ക് എന്ന് പറയുന്നത് 1 3/4 ലിറ്റേഴ്സ് ആയിരിക്കും. ഇനി 5B ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 1? താഴെ നമുക്ക് 4 ഫ്രാക്ഷണൽ ഫോംസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അഡീഷൻ തന്നിട്ടുണ്ട്. അതിൽ 1നോട് ഈക്വൽ അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോന്നായി ചെയ്ത് നോക്കാം. എ 1/2 + 1/4 + 1/4 എങ്ങനെ ചെയ്യാം മക്കളെ? ആദ്യം നമുക്ക് 1/2 + 1/4 + 1/4നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയിട്ടുള്ളത് ആദ്യം ആഡ് ചെയ്യാം. അതായത് 1/4 + 1/4. സോ ആൻസർ 2/4 ആണ്. 2/4 എന്നതിനെ നമുക്ക് രണ്ടിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ 2/4 എന്നുള്ളത് 1/2 ആയി. സോ ബാക്കിയുള്ള 1/2 + 1/2 ഈക്വൽ ടു 1 ആണ് ആൻസർ. ഇനി ബി 1/2 + 1/3 + 1/6 ആണ്. ഇതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. അപ്പോൾ ഇവിടെ 6 ആണ് ഏറ്റവും വലിയ ഡിനോമിനേറ്റർ. അതുകൊണ്ട് നമുക്ക് 1/2നെയും 1/3നെയും 1/6 ഡിനോമിനേറ്റർ വരുന്ന രീതിക്ക് മാറ്റാം. 1/2നെ നമുക്ക് 2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആവും അല്ലേ? സോ 1 × 3/2 × 3 പ്ലസ് 1/3യെ നമുക്ക് 3യെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആവും. 1 × 2/3 × 2 എന്ന് ചെയ്യാം. പ്ലസ് 1/6. സോ 1 × 3/2 × 3 എന്ന് വെച്ചാൽ 3/6 പ്ലസ് 1 × 2/3 × 2 എന്ന് വെച്ചാൽ 2/6 പ്ലസ് 1/6 എന്ന് വരും. ഈക്വൽ ടു 6/6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇനി ഇതിൽ സി നോക്കാം. 3/4 + 1/8 + 1/8 ആണ്. 1/8ഉം 1/2ഉം ആദ്യം നമുക്ക് ആഡ് ചെയ്യാം. സോ 2/8 എന്ന് വരും. അതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ 1/4 എന്ന് വരും. രണ്ടിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1/4 വരും. 1/4 + 3/4 ഈക്വൽ ടു 4/4 ആണ്, ഈക്വൽ ടു 1. ഏറ്റവും അവസാനത്തേത് ഡി 1/2 + 1/3 + 1/4. ഇവിടെ നമുക്ക് 4 ആണ് ഏറ്റവും വലിയ ഡിനോമിനേറ്റർ. സോ 2നെയും 3യെയും 4നെയും ഈ 3നെയും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്ലിക്കേഷനിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾ 12 ആണല്ലേ? സോ 3നെയും നമുക്ക് 12 ഡിനോമിനേറ്റർ വരുന്ന രീതിക്ക് മാറ്റാം. 1/2നെ നമുക്ക് 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 6/2 × 6 6/12 ആണ്. പ്ലസ് 1 × 4/3 × 4 ഈക്വൽ ടു 4/12 ആണ്. പ്ലസ് 1/4നെ നമുക്ക് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 × 3/4 × 3 ഈക്വൽ ടു 3/12 ആണ്. സോ 6/12 പ്ലസ് 4/12 പ്ലസ് 3/12 ഈക്വൽ ടു 6 + 4 + 3 ചെയ്താൽ 13 ആണ് വരുന്നത്. 13/12 ആണ്. സോ ഇത് 1ന് ഈക്വൽ അല്ല. അപ്പോൾ ഇതിൽ ഡി ആണ് കേട്ടോ ഈക്വൽ അല്ലാത്തത്. സോ ഓപ്ഷൻ ഡി ടിക്ക് ഇടുക. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അഖിൽസ് ഹൗസ് ഹാസ് കാറ്റൽ rearing. One day they got 6 1/2 liters of milk in the morning and 5 3/4 liters of milk in the evening. On that day they gave 10 1/2 liters of milk to the society. Remaining milk was used for household needs.
ദെൻ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വേർ ടേക്കൺ ഫോർ ഹൗസ് ഹോൾഡ് നീഡ്സ്. അഖിലിൻ്റെ വീട്ടിൽ കാലി വളർത്തലുണ്ട്, അതായത് പശുവിനെ വളർത്തലുണ്ട്. സോ അവർക്ക് രാവിലെ 6.5 ലിറ്റർ മിൽക്കും വൈകുന്നേരം 5.25 ലിറ്റർ മിൽക്കും കിട്ടി ഒരു ദിവസം. ആ ദിവസം വൈകുന്നേരം അവർ 1/2 ലിറ്റേഴ്സ്, അതായത് 10.5 ലിറ്റർ പാല് സൊസൈറ്റിയിലേക്ക് കൊടുത്തു. ബാക്കി മിൽക്ക് അവർ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച മിൽക്ക് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ് മക്കളെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മോർണിംഗ് കിട്ടിയ മിൽക്ക് എന്ന് പറയുന്നത് 6 ലിറ്റേഴ്സാണ്. മിൽക്ക് ഗോട്ട് ഇൻ ദ ഈവനിങ്, വൈകുന്നേരം കിട്ടിയത് 5 ലിറ്ററാണ്. സോ ആ ദിവസം ടോട്ടൽ കിട്ടിയ മിൽക്ക് എത്രയാണ്? 6 പ്ലസ് 5 6 നമുക്ക് 6+1/2 എന്നും 5 5+3/4 എന്നും എഴുതാം. 5ഉം 6ഉം ആദ്യം ആഡ് ചെയ്യുക. 5+6 + 1/2 + 3/4. 5+6 11 ആണ്. പ്ലസ് 1/2 നമുക്ക് 2/4 എന്ന് മാറ്റി എഴുതാം. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. 2/4 + 3/4 എന്ന് വരും. 2ഉം 3ഉം ആഡ് ചെയ്താൽ 5/4. സോ 11 + 5/4 ആണ്. 5/4 നമുക്ക് 1/4 എന്ന് എഴുതാം അല്ലേ. 5/5 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/4 എന്ന് വരും. സോ 11 + 1 1/4, 12 1/4 ലിറ്റേഴ്സ് ആണ്. 12 ക്വാർട്ടർ ലിറ്റേഴ്സ് ആണ് അവർക്ക് ആ ദിവസം കിട്ടിയ ടോട്ടൽ മിൽക്ക് എന്ന് പറയുന്നത്. ഇനി അന്ന് അവർ സൊസൈറ്റിയിലേക്ക് എത്ര കൊടുത്തു? 10 1/2 ലിറ്റർ കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് 12 1/4ഉം 10 1/2 ആണ്. ഈ 12 1/4 നിന്ന് നമുക്ക് 10 1/2 മൈനസ് ചെയ്താൽ നമുക്ക് റിമൈനിങ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിച്ചത് എത്ര എന്ന് കിട്ടും. 12 - 10 ആദ്യം ചെയ്യുക. പ്ലസ് 1/4 - 1/2. ഇവിടെ 1/4 അല്ലെങ്കിൽ ക്വാർട്ടറിനെക്കാട്ടിലും കൂടുതലാണല്ലേ 1/2 അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 12 - 10 എന്ന് വെച്ചാൽ 2 ആണ്. 2 + 1/4 - 1/2 എന്ന് വന്നു. ഈ 2വിൽ നിന്ന് നമുക്ക് ആദ്യം 1/2 അങ്ങോട്ട് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ 1/4 ചെയ്താലും മതി കേട്ടോ. 1/2 അങ്ങോട്ട് ആദ്യം നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ 1/2 ആവും അല്ലേ. 2ൽ നിന്ന് അര പോയാൽ 1/2, 1/2 ആവും. പ്ലസ് 1/4, 1/2ലേക്ക് അല്ലെങ്കിൽ 1/2ലേക്ക് ഒരു 1/4 ഭാഗം കൂടെ കൂട്ടിയാൽ 1/4 3/4 ലിറ്റേഴ്സാണ് അവർ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത്. ഇനി ആക്ടിവിറ്റി 6, അതിലെ ക്വസ്റ്റ്യൻ ഡ്രോ ദ പാറ്റേൺ ഗിവൺ ബിലോ ആൻഡ് ഷെയ്ഡ് ഇറ്റ്. താഴെ തന്നിരിക്കുന്ന പാറ്റേൺ വരച്ച് ഷെയ്ഡ് ചെയ്യാൻ മനോഹരമായിട്ട് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ഇതുപോലൊരു പിക്ചർ ആക്ടിവിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. മക്കളാകെ ക്ലാസ് വീഡിയോ കാണുക, എന്നിട്ട് അതുപോലെ തന്നെ പിക്ചർ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിലെ ക്വസ്റ്റ്യൻ 1/6 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആംഗിൾ മെഷേഴ്സ് ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട്. ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ അതിലൊരു പാർട്ട്, അതാണ് 1/6 എന്ന് പറയുന്നത്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ ഷെയ്ഡ് ചെയ്ത പാർട്ടിനെ മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഈക്വൽ ആയിട്ടുള്ള കാര്യം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതായത് നമുക്കൊരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ആണ് അല്ലേ. ഈ 360യെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതായത് 360 ÷ 6 ചെയ്തിട്ടുണ്ട്. അതിലൊരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിനെ മെൻഷൻ ചെയ്യുന്നത് എന്താണ്? 360 ÷ 6 ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6ാം ക്ലാസ്സിലെ കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.